ഇസ്രായേലിന്റെ തോന്നിവാസങ്ങൾ മുഴുവൻ ഇനി അംഗീകരിച്ചു കൊടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ഇസ്രായേലിനെ തടയാനിതാ സാക്ഷാൽ അമേരിക്ക നേരിട്ടെത്തുകയാണ്. ഇനിയെങ്കിലും ക്രൂരത അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇസ്രായേലിന് കനത്ത നാശനഷ്ടം സംഭവിക്കുമെന്നാണ് ട്രംപ് തന്നെ പറയുന്നത്. ഇനിയും ഇസ്രായേലിനോടൊപ്പം നിന്ന് ഫലസ്തീനിൽ വംശഹത്യ തുടർന്നാൽ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് അമേരിക്കയെ വിറപ്പിക്കാനുള്ള സാധ്യത കണ്ട് ട്രംപ് ഇതാ തന്റെ ചുവട് മാറ്റിയിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെ തളച്ചുകെട്ടാൻ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ ഈ ഘട്ടത്തിലാണ് ഇസ്ലാം നാറ്റോ രൂപീകരിക്കപ്പെടാനുള്ള സാധ്യതകൾ ലോകം വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ചുവട് മാറ്റുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് നൽകിയ പിന്തുണയുടെ പേരിൽ പലപ്പോഴും വിമർശിക്കപ്പെട്ട നേതാവാണ്. എന്നാൽ അടുത്തിടെ മുസ്ലിം സമുദായ നേതാക്കളുമായി നടന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ കൂട്ടിച്ചേർക്കുന്നതിനെ താൻ തടയും, അതായത് തന്റെ വീറ്റോ അധികാരം വെച്ച് തടയുമെന്ന് ഉറപ്പ് നൽകിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് അദ്ദേഹത്തിന്റെ പരമ്പരാഗത നിലപാടുകളിൽ നിന്ന് ഒരു വലിയ വ്യതിയാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യമാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ പ്രസ്താവന ഫലസ്തീൻ പ്രശ്നത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തിൽ ഒരു മാറ്റം വരുന്നു എന്നതിന്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. വെസ്റ്റ് ബാങ്ക് ഫലസ്തീൻ ജനതയുടെ ഭൂരിപക്ഷമുള്ളതും ഭാവി ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ ഹൃദയഭാഗമായി കണക്കാക്കപ്പെടുന്നതുമായ ഒരു സുപ്രധാന മേഖലയാണ്. ഈ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ പ്രദേശം ഇസ്രായേൽ അനക്സ് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്നത് രണ്ട് രാഷ്ട്രങ്ങൾ എന്ന സമാധാനപരമായ പരിഹാരത്തിനുള്ള സാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് അന്താരാഷ്ട്ര സമൂഹം ഏറെ കാലമായിട്ട് ആശങ്കപ്പെടാറുണ്ട്. ട്രംപിന്റെ ഈ പ്രസ്താവന ഫലസ്തീൻ പ്രശ്നത്തിൽ സന്തുലിതമായ ഒരു നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ട്രംപിന്റെ ഈ നീക്കത്തിന് പിന്നിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന ചർച്ചകൾ പോലുമുണ്ട്. അമേരിക്കയിലെ മുസ്ലിം വോട്ടർമാരുടെയും അതുപോലെ ഗൾഫ് രാജ്യങ്ങളുടെയും പിന്തുണ നേടുന്നതിനും അതുപോലെ തന്നെ ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിന് അമിതമായുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നുവെന്ന വിമർശനങ്ങൾ മറികടക്കുന്നതിനും ഈ നിലപാട് അദ്ദേഹത്തെ സഹായിച്ചേക്കാം. ചുരുക്കി പറഞ്ഞാൽ ട്രംപിന്റെ ഈ പുതിയ നിലപാട് ഫലസ്തീൻ ഇസ്രായേൽ സമാധാന പ്രക്രിയയിലും മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നേക്കാം. ഇത് കേവലം ഒരു പ്രസ്താവന മാത്രമാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നയതന്ത്രത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണോ എന്നത് വരും ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് വ്യക്തമാകുക. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൽ പ്രത്യേകിച്ച് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾ അന്താരാഷ്ട്ര തലത്തിൽ വംശഹത്യ എന്ന ആരോപണത്തിലേക്ക് വരെ എത്തി നിൽക്കുമ്പോൾ ഇസ്രായേലിന് അളവില്ലാത്ത ആയുധ സഹായവും നയതന്ത്ര പിന്തുണയും നൽകുന്ന അമേരിക്കൻ നയം ലോകരാജ്യങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും ചോദ്യശരങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണിപ്പോൾ. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ശക്തമാവുകയും പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത ഈ ഘട്ടത്തിൽ ഈ വിഷയം അമേരിക്കൻ വിദേശ നയത്തിന് ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി മുസ്ലിം ലോകവുമായി സമവായത്തിലെത്താൻ അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. വംശഹത്യ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോഴും UN രക്ഷാസമിതിയിൽ വെടിനിർത്തൽ പ്രമേയങ്ങൾ വരുമ്പോഴുമെല്ലാം അമേരിക്ക ഇസ്രായേലിന് വേണ്ടി വീറ്റോ അധികാരം ഉപയോഗപ്പെടുത്തുകയും നയതന്ത്രപരമായ സംരക്ഷണം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ നിലപാട് കാരണം ലോക സമാധാനത്തിന്റെ സംരക്ഷകരായി സ്വയം അവകാശപ്പെടുന്ന അമേരിക്കയുടെ ധാർമ്മിക നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പരമ്പരാഗത മുസ്ലിം സഖ്യകക്ഷികൾ അമേരിക്കയുടെ നയത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. ഇത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സ്വാധീനം കുറയുന്നതിനും ചൈന, റഷ്യ തുടങ്ങിയ ശക്തികൾ ഈ ശൂന്യത മുതലെടുക്കുന്നതിനും കാരണമായി. ഈ ഗുരുതരമായ സാഹചര്യമാണ് അമേരിക്കയെ നിലപാട് മാറ്റത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേലിന് പിന്തുണ നൽകുമ്പോൾ തന്നെ ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കൽ പോലുള്ള ഏകപക്ഷീയമായ ഇസ്രായേലി നീക്കങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ട നയതന്ത്രം അവർ പയറ്റാൻ തുടങ്ങിയിരിക്കുന്നു. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും മുസ്ലിം നേതാക്കളുമായി സംസാരിക്കുമ്പോൾ വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കൽ തടയുമെന്ന ഉറപ്പ് നൽകിയതായി വന്ന റിപ്പോർട്ട് ഈ മേഖലയിലെ തങ്ങളുടെ തകർന്നടിഞ്ഞ നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ അമേരിക്ക എത്രത്തോളം നിർബന്ധിതരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മുസ്ലിം രാജ്യങ്ങളുമായുള്ള സമവായത്തിലൂടെ മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനും അതുവഴി തങ്ങളുടെ സാമ്പത്തിക തന്ത്രപരമായ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുമാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഫലസ്തീൻ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാടുകൾ പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾക്ക് നൽകുന്ന ഉറപ്പുകൾ എത്രത്തോളം വിശ്വസനീയമാണ് എന്നത് വിശകലനം ചെയ്യപ്പെടേണ്ട ഒരു വലിയ വിഷയം തന്നെയാണ്. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം രൂക്ഷമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ മുസ്ലിം രാജ്യങ്ങളെ തൃപ്തിപ്പെടുത്താനും
തങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും വേണ്ടി ഫലസ്തീൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കൽ പോലുള്ള ഇസ്രായേലിന്റെ ഏകപക്ഷീയ നീക്കങ്ങളെ തടയുമെന്നും അമേരിക്ക ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വാഗ്ദാനങ്ങൾ അമേരിക്കൻ വിദേശ നയത്തിന്റെ ചരിത്രപരമായ നിലപാടുമായി താരതമ്യം ചെയ്യുമ്പോൾ വിശ്വാസ്യതയുടെ കാര്യത്തിൽ വലിയ ചോദ്യചിഹ്നങ്ങളാണ് ഉയർത്തുന്നത്. അമേരിക്കയുടെ വിദേശ നയത്തിന്റെ കാതലായ ഭാഗം എന്നും ഇസ്രായേലിന്റെ അചഞ്ചലമായ പിന്തുണ തന്നെയാണ്. ഗാസയിലെ നിലവിലെ സൈനിക നടപടികൾ വംശഹത്യ ആരോപണം നേരിടുന്ന സമയത്ത് പോലും ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ വെടിനിർത്തൽ പ്രമേയങ്ങൾക്കെതിരെ വീറ്റോ അധികാരം ഉപയോഗിച്ച് ഇസ്രായേലിനെ സംരക്ഷിച്ചത് അമേരിക്കയാണ് എന്നത് ഓർക്കണം. ഇസ്രായേലിന് ബില്യൺ കണക്കിന് ഡോളറിന്റെ ആയുധ സഹായം തുടർച്ചയായി നൽകുന്നതും ഇതേ അമേരിക്ക തന്നെ. ഈ വസ്തുതകൾ നിലനിൽക്കെ ഫലസ്തീനെ സംരക്ഷിക്കുമെന്ന വാഗ്ദാനം രാഷ്ട്രീയ ലാക്കോടെയുള്ള ഒരു നയതന്ത്ര നീക്കം മാത്രമാണോ എന്ന് മുസ്ലിം ലോകം സംശയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ അമേരിക്കയുടെ ലക്ഷ്യം ഫലസ്തീനോടുള്ള പ്രതിബദ്ധതയേക്കാൾ ഉപരിതന്ത്രപരമാണ്. അതായത് ഗാസ യുദ്ധം കാരണം മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ പരമ്പരാഗത സഖ്യകക്ഷികളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വഷളായിട്ടുണ്ട് എന്ന് അമേരിക്ക മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളെ അനുനയിപ്പിക്കുകയും അതുപോലെ തന്നെ മേഖലയിൽ ചൈന, റഷ്യ തുടങ്ങിയ എതിരാളികളുടെ സ്വാധീനം വർദ്ധിക്കുന്നത് തടയുകയുമാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഫലസ്തീനെ സംരക്ഷിക്കുമെന്ന വാക്ക് ഒരു നയതന്ത്ര സമവായത്തിനുള്ള ഉപാധിയായി മാത്രമാണ് കാണാവുന്നത്. ഇസ്രായേലിന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരുടെ ആഭ്യന്തര രാഷ്ട്രീയവും ഇസ്രായേലി അനുകൂല ലോബിയും അതിന് അനുവദിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കൽ പോലുള്ള കാര്യങ്ങൾ തടയാൻ അവർ ശ്രമിച്ചേക്കാം. കാരണം അത് മേഖലയിൽ വലിയ അസ്ഥിരത സൃഷ്ടിച്ച് അമേരിക്കയുടെ താല്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും എന്നതുകൊണ്ട്. എങ്കിലും ഫലസ്തീന്റെ പൂർണ്ണമായ സുരക്ഷയും ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന ലക്ഷ്യവും ഉറപ്പാക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധരാണോ എന്ന് ചോദിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ വിശ്വാസം കുറവാണ് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. ഇസ്രായേലിനുള്ള സഹായം നിർത്താതെ ഫലസ്തീൻ ഉറപ്പ് നൽകുന്നത് തീർത്തും പരസ്പര വിരുദ്ധമായ ഒരു സമീപനം തന്നെയാണ്. അമേരിക്കയുടെ നിലപാട് മാറ്റം വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുമോ അതോ പ്രവൃത്തിയിൽ വരുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും മുസ്ലിം രാജ്യങ്ങൾ നൽകുന്ന വിശ്വാസ്യത. അമേരിക്കയ്ക്ക് ഫലസ്തീൻ ജനതയ്ക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ സാധിക്കാതെ വരികയും ഇസ്രായേൽ തങ്ങളുടെ ഏകപക്ഷീയമായ നയങ്ങൾ പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കൽ തുടരുകയും ചെയ്താൽ അതിന്റെ ഫലമായി ഉണ്ടാകാൻ സാധ്യതയുള്ള അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അമേരിക്കൻ ഐക്യനാടുകൾക്ക് ഫലസ്തീൻ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ വരികയും ഇസ്രായേൽ തങ്ങളുടെ ഏകപക്ഷീയമായ നയങ്ങൾ പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കൽ പോലുള്ള നയങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ ആഗോളതലത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയേറെയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ ഏറ്റവും വലിയ നയതന്ത്ര ലക്ഷ്യം തന്നെ നഷ്ടമായേക്കാം. അമേരിക്കൻ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുന്ന പക്ഷം മുസ്ലിം രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള തങ്ങളുടെ സമീപനം കൂടുതൽ കടുപ്പിക്കാൻ സാധ്യതയുണ്ട്. അടുത്തിടെ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ച അറബ് രാജ്യങ്ങൾ തങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങൾ മരവിപ്പിക്കാനോ പൂർണ്ണമായും വിച്ഛേദിക്കാനോ തുനിഞ്ഞേക്കാം. കൂടാതെ മിഡിൽ ഈസ്റ്റിലെ നയതന്ത്ര സ്വാധീനത്തിനായി അമേരിക്ക ആശ്രയിക്കുന്ന സൗദി അറേബ്യ, UAE പോലുള്ള രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് അകന്ന് ചൈന, റഷ്യ തുടങ്ങിയ എതിരാളികളുമായി കൂടുതൽ അടുക്കുന്നത് അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കും. എണ്ണ ഉൽപാദനം വെട്ടിക്കുറയ്ക്കുന്നത് പോലുള്ള സാമ്പത്തിക നടപടികളും ഈ രാജ്യങ്ങൾ സ്വീകരിച്ചേക്കാം. ഇത് ആഗോള എണ്ണവിലയെയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കും. വംശഹത്യ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ നിസ്സംഗത തുടർന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലും ഇസ്രായേലിനെതിരെ കൂടുതൽ രാജ്യങ്ങൾ നിയമ നടപടികൾ ആരംഭിക്കും. UN രക്ഷാസമിതിയിൽ അമേരിക്ക വീറ്റോ ചെയ്താലും UN പൊതുസഭയിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന പ്രമേയങ്ങൾ ശക്തമാകും. ഇതോടൊപ്പം സമാധാനപരമായ നയതന്ത്ര നീക്കങ്ങൾ പരാജയപ്പെടുത്തുന്നതിലൂടെ ഫലസ്തീൻ ഗ്രൂപ്പുകൾക്കിടയിലും വെസ്റ്റ് ബാങ്കിലെ ജനങ്ങൾക്കിടയിലും ആക്രമണങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇത് ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെ ആക്രമണം വർദ്ധിപ്പിക്കാനും ഗസയ്ക്കും വെസ്റ്റ് ബാങ്കിന് പുറത്തും വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ നയിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വാക്കുപാലിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കാതെ വരുന്നത് മേഖലയിലെ അസ്ഥിരത വർദ്ധിപ്പിക്കുകയും അമേരിക്കയുടെ ലോകശക്തി എന്ന നിലയിലുള്ള വിശ്വാസ്യതയ്ക്ക് വലിയ ഇടിവ് വരുത്തുകയും ചെയ്യും. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.